അപ്പൊ ഞാൻ നേരത്തെ തുറന്ന ശേഷം അടയ്ക്കാൻ മറന്നുപോയോ? ആയിരിക്കും. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റൗ കത്തിച്ചാ മതി. കുഞ്ഞ് പോ, ചെല്ലങ്ങോട്ട്. പോ കുഞ്ഞെ, ചെല്ലങ്ങോട്ട്. പോ. അയ്യോ, ഇതൊക്കെ തുറന്നിടട്ടെ. നല്ല മണം വരുന്നുണ്ട്. ശോ, പ്രഭകുഞ്ഞ് പേടിച്ചു പോയല്ലേ? ഭാഗവി, നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഏയ്, അങ്ങനെയൊന്നും പറയല്ലേ കുഞ്ഞെ. എനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ കാരണം പ്രഭകുഞ്ഞ. അതൊന്നും കണക്കെഴുതി വെച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും കുറെ വിഷമങ്ങൾക്ക് ശേഷം പ്രഭകുഞ്ഞിന് സമാധാനം കിട്ടിയല്ലോ. അതെ, ആ സമാധാനം കിട്ടാനുള്ള കാരണം ദേവികയോടുള്ള പരിഭവം മാറിയതാ. ഒരു മിടുക്കി മോളാ ഭാർഗവി അവള്. ഞാൻ അവളോട് പറഞ്ഞത് നിന്നോടും പറയാ. അവള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും. ആവൂ അല്ലേ? ഉറപ്പായിട്ടാവും. എന്റെ ഒരു വിധിയേ. എന്താ ഭാർഗവി? അല്ല, പ്രഭകുഞ്ഞിന് വേണ്ടി മുൻപ് ദേവിയോട് ഉടക്കി ദേവികയെ ചീത്തയും പറഞ്ഞു. അതൊക്കെ മനസ്സിൽ കാണും. അല്ലെങ്കിൽ മന്ത്രിമന്ദിരത്തില് തോട്ടക്കാരിയോ അടുക്കളക്കാരിയോ ഒക്കെ ആവുമായിരുന്നു. നമുക്ക് നോക്കാം, അവള് മുഖ്യമന്ത്രി ആവട്ടെ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ കുഞ്ഞെ. നമുക്ക് വേണ്ടപ്പെട്ട ഒരു വലിയ ആളാവുന്നത് കാണുന്നത് തന്നെ വലിയൊരു നിറവല്ലേ. ഞാൻ ചൂടുവെള്ളം എടുക്കാം. അച്ഛാ, ആ രാധാമണിയമ്മയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിൽ എത്തണ്ടേ? ബന്ധുക്കളാരും ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ എത്ര ദിവസം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിർത്തുന്നത്? ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. നമ്മുടെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും അസുഖമോ മറ്റോ വന്നാൽ പിന്നീടുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതിലെന്തായാലും ടെൻഷൻ വേണ്ട. ഞാൻ രാധാകൃഷ്ണൻ മിനിസ്റ്ററോട് കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അനാഥരെയും വൃദ്ധജനങ്ങളെയും പുനരധിവസിപ്പിക്കുന്ന പുതിയൊരു പദ്ധതി ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ടല്ലോ. അതില് ഈ രാധാമണിയെ ഉൾപ്പെടുത്താമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേപ്പർ ശരിയാവാൻ 1 മാസം എടുക്കും. അതുവരെ അവർ നമ്മുടെ വീട്ടിൽ നിന്നോട്ടെ. ഗവൺമെന്റിന്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. എന്തായാലും അതിനിടയ്ക്ക് നമുക്ക് ഈ രാധാമണിയമ്മയെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. വീട്ടുകാരെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കണ്ടേ അച്ഛാ? അത് എളുപ്പമാണ്. മിനിസ്റ്ററോട് പറയാം പോലീസിനൊന്ന് ഇടപെടുത്താൻ. പോലീസ് അന്വേഷിച്ച ഒറ്റ ദിവസം കൊണ്ട് വീട്ടുകാരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കണ്ടെത്താൻ പറ്റും. പോലീസിൽ അറിയിക്കുന്നതൊക്കെ പ്രഭയുടെയും ദേവികയുടെയും സമ്മതത്തോടു കൂടി മതി. ചന്ദ്രോത്തെ ഒരു അതിഥിയായിട്ടാ അവരിപ്പോ രാധാമണിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെയൊക്കെ ഇടപെടുത്തുന്നത് അവർക്ക് ഇഷ്ടാവില്ല. അത് നേരാ. രാധാമണിയമ്മ അങ്ങ് ദത്തെടുത്ത പോലെയാ ദേവിയുടെ പെരുമാറ്റം. ഇനി 1 മാസം കഴിഞ്ഞിട്ട് തന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ സമ്മതിക്കോ അതോ കൂടെ നിർത്താൻ നിർബന്ധിക്കോ എന്നൊക്കെ കണ്ടറിയണം. ദേവികയുടെ തീരുമാനം എന്തായാലും അത് അംഗീകരിച്ചു കൊടുക്കണം. ദേവികയുടെ ഏത് തീരുമാനത്തിന് പിന്നിലും ഒരു ഉദ്ദേശമുണ്ട്. കുടുംബകാര്യങ്ങൾ മാത്രമല്ല, പൊതുപ്രവർത്തക എന്ന നിലയ്ക്കും അങ്ങനെയാ. നീ നോക്കിക്കോ, പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അപ്പുറമുള്ള വികസനമാണ് രാമപുരത്ത് ദേവിക കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ കരുതിയിരുന്നത് പൊതുജനങ്ങളുടെ മനസ്സ് എന്നെപ്പോലെ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ലെന്ന. പക്ഷേ അത് വെറും തോന്നലായിരുന്നു ഇപ്പം മനസ്സിലായി. എനിക്ക് സാധിക്കാത്തതും ദേവിക നടപ്പിലാക്കും. എന്റെ മനസ്സ് പറയുന്നത് ദേവിക ഭാവി മുഖ്യമന്ത്രിയാണെന്ന്. ഏയ്, അതൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? പിന്നെ അച്ഛതൊരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞല്ലേ? വെറുതെയുള്ള മോഹ സ്വപ്നമൊന്നുമല്ല. അവളുടെ കഴിവുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവചനം തന്നെയാ. വൈകാതെ ദേവിക BDF-ന്റെ മുൻനിരയിലെത്തും. നീ നോയിക്കോ. ഏയ്, ഇനി തെരഞ്ഞെടുപ്പും MLA ഒന്നും വേണ്ട. ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? MLA-യുടെ ഭർത്താവാണെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു ചളുപ്പ് നിനക്കുണ്ടല്ലേ? അത് അന്തസ്സായിട്ട് കാണാ. നിനക്കൊരു ജോലി കിട്ടിയാ ഈസിയായി തീരാവുന്ന കാര്യമുള്ളൂ. അല്ലച്ചാ, ഞാൻ നീ വണ്ടി ഇറ കേറ്.
രാധാമണി കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കണേ. ചൂടുവെള്ളം ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ മതി മാഡം മതി. വെള്ളം ചൂടായി വരാൻ കുറെ സമയം വേണമല്ലോ. അയ്യോ അതല്ല, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ നേരത്തെ സ്റ്റൗ തുറന്നിട്ടിട്ട് അടയ്ക്കാൻ മറന്നുപോയി. ഗ്യാസ് ലീക്കായി. അയ്യോ ഉള്ളതാണോ? ഈശ്വരാ. ആ എന്നിട്ട് ഇവിടുത്തെ ഒരാൾ ആ സമയത്ത് വന്നു. ഭാർഗവിക്ക് സംശയം തോന്നിയിട്ട് ഗ്യാസ് ഓഫാക്കി. എന്തായാലും ആപത്തൊഴിഞ്ഞു. ഈശ്വരൻ കാത്തു. ഇപ്പൊ ഗ്യാസ് പുറത്തു പോവാൻ ജനലും വാതിലും ഒക്കെ തുറന്നിട്ടേക്ക. അല്പം നേരം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, ഒക്കെ നേരെയാവും. അത് കഴിഞ്ഞ് വെള്ളം തിളപ്പിക്കാം. അയ്യോ മാഡം, എനിക്ക് ഇപ്പോഴൊന്നും വെള്ളം വേണ്ട. അല്ല, വലിയൊരു ആപത്തിന്നല്ലേ രക്ഷപ്പെട്ടത്. ഈ വീട്ടുകാരെ ഏത് ആപത്തിന്നും ദൈവം രക്ഷിക്കും. അത്ര നല്ല മനസ്സുള്ളവരാ ഇവിടെ ഉള്ളവര്. അതുകൊണ്ടാ മാഡം പറഞ്ഞ ആ ഭാർഗവിക്ക് സമയത്ത് കുഴപ്പം കണ്ടുപിടിക്കാൻ തോന്നിയത്. ഓ, ദൈവം കൂടെയുണ്ട് മാഡം. അത് നേരാ. ഞങ്ങൾക്ക് ഈശ്വര കടാക്ഷം ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. മാഡം, അടുക്കള നേരെയായിട്ട് മതി എനിക്ക് വെള്ളം. എന്റെ പരിവേശമൊക്കെ മാറി. ഈശ്വര കടാക്ഷം എന്തായാലും കുഴപ്പമില്ലാതെ അവസാനിച്ചല്ലോ. ഈശ്വര ഭഗവാനെ, ഈ വീട്ടിൽ ആർക്കും ഒന്നും വരുത്തല്ലേ. എന്തായാലും ഒരു കാര്യം ചെയ്യണം. ഒട്ടും താമസിക്കാതെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് പരാതി കൊടുക്കണം. പരാതിയുടെ കോപ്പി എനിക്ക് വയ്ക്കണം. അതെ, പരാതി കൊടുത്ത ശേഷം സ്റ്റേഷനിൽ തന്നെ ഒന്ന് വിളിക്കണം. ഞാൻ SHOയോട് പറഞ്ഞോളാം. പരാതി കൊടുത്തിട്ടും ഉപദ്രവം തുടരുവാണെങ്കിൽ ബാക്കി എന്ത് വേണോ നമുക്ക് നോക്കാം. യാതൊരു കാരണവശാലും പേടിക്കരുത്. കേസ് ഒഴിവാക്കാൻ വേണ്ടി ഭർത്താവ് പലതരത്തിലും സ്വാധീനിക്കാൻ ശ്രമിക്കും. കണ്ണീരിലും കാലുപിടുത്തത്തിലും ഒന്നും വീണു പോവരുത്. ഉറച്ചു നിൽക്കണം. ഭർത്താവ് ആത്മാർത്ഥമായിട്ടാ കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ വീട്ടുകാരുടെ സാന്നിധ്യത്തിലെ ഒത്തുതീർപ്പുണ്ടാക്കാവൂ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. ഹലോ മേഡം. മേഡം, എന്റെ പേര് നന്ദൻ എന്നാ. ചന്ദ്രോത്ത് എന്ന വീട്ടിലാ താമസം. അച്ഛന്റെ പേര് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത്, അമ്മ പ്രഭാവതി, ഭാര്യയുടെ പേര് ദേവിക. രാമോര MLA. എന്തു പറ്റി? അല്ല, നാട്ടുകാര്യത്തിനിടയില് വീടിനെയും വീട്ടുകാരെയും മറന്നോന്നറിയില്ലല്ലോ. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചതാ. കളിയാക്കാതെ നന്ദു. കളിയാക്കിയതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എടോ, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. എൻഗേജ്ഡ്. ഞാനൊരു MLA. ഞാനൊരു MLAയുടെ ഭർത്താവാണ്. എന്റെ നന്ദു, ഒരു സ്ത്രീധന പീഡന കേസിന്റെ കാര്യം സംസാരിക്കായിരുന്നു. പാവ ഒരു സ്ത്രീ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന രാധാമണിയമ്മയെ പോലെ ആരെങ്കിലും ആവും. ഭർത്താവ് നിരന്തരം ഉപദ്രവിക്കുക സ്ത്രീധന കാര്യത്തിനായിട്ട്. പോലീസിൽ പരാതിപ്പെടാൻ പറഞ്ഞു. അതൊക്കെ ഭർത്താവ് പീഡിപ്പിച്ച കേസ് കൊടുക്കണം. അത് വേണ്ടതാ. ഭർത്താവിന്റെ പരാതികളും MLA കേൾക്കണം. ഈ ഭർത്താവിനും ഒരു പരാതിയുണ്ട്. എന്താ? എന്റെ ഭാര്യയുടെ സാമീപ്യം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഓ, അങ്ങനെയാണോ? ഞാൻ ഇടപെടാം. ഇടപെട്ടാ പോരാ, എന്റെ പ്രശ്നം MLA പരിഹരിക്കണം. എന്റെ ഭാര്യ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അവൾ എന്റെ അടുത്ത് വേണമെന്നുള്ള തോന്നല. അവളോട് എനിക്കുള്ള സ്നേഹം ഓരോ ദിവസമല്ല, ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചു അങ്ങനെയാണെങ്കിലോ? നിങ്ങൾക്കുള്ളതിന്റെ ഇരട്ടി സ്നേഹമായിരിക്കും ഭാര്യയ്ക്ക് നിങ്ങളോട്. അവര് നാട്ടുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്
ഭർത്താവിനൊരു അഭിമാനം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണെങ്കിലോ? ആ അല്ല, അതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ എന്നാലും എപ്പോഴും എന്റെ തൊട്ടടുത്ത് അവൾ ഉണ്ടാവണമെന്ന് ആഗ്രഹം. എങ്കിലേ ആ ആഗ്രഹം നിറവേറ്റാനായി താങ്കളുടെ ഭാര്യ ഇന്ന് നേരത്തെ വരും കേട്ടോ. ആ എന്നാ ഓക്കെ. നമുക്കേ അച്ഛനമ്മയൊക്കെ കൂട്ടി ഒന്ന് പുറത്തു പോവാം. ആദ്യം അമ്പലത്തിലേക്ക് പോവാം. പിന്നെ ഒരു സിനിമയും കണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങി വരാം. നന്ദു, നമ്മളെല്ലാരും കൂടെ പോയ ആ രാധാമണിയമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി പോവില്ലേ? അത് സാരമില്ല, അവർക്കുള്ള ഭക്ഷണം നമുക്ക് തയ്യാറാക്കി വെച്ചിട്ട് പോവാം. അയ്യോ, അത് കഷ്ടമാവില്ലേ നന്ദു? ആ നോക്കാം, എല്ലാം വന്നിട്ട് നോക്കാം. നേരിട്ട് സംസാരിക്കാം. ആ ഓക്കെ, ശരി ശരി, ബൈ. ഒരു ഉമ്മതാടി. ഞാനേ ഇപ്പൊ കാറിലാ. ഇവിടെ ഡ്രൈവറും പിയൊക്കെ ഉണ്ട്. പിന്നെ ഞാനിവിടെ നടു റോഡില്ല. എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് വെച്ചിട്ട് പോയി നന്ദു. കിട്ടിയില്ലെങ്കിൽ ഞാൻ പടങ്ങും. ആ മനസ്സിലായി നന്ദു, നമ്മുടെ റഹീമിക്കായുടെ ഉമ്മ. ആ ഉമ്മയല്ലേ? ആ മതി മതി ഉമ്മേ. ബൈ. ശരി നന്ദു, ഞാൻ വിളിക്കാം. ദേവിക വന്നിരുന്നല്ലേ? ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങ് പാഞ്ഞു വന്നേനെ. അതിന് ടെൻഷനൊന്നും വേണ്ട. സെക്രട്ടറിയുടെ നടയിൽ ചെന്ന് നിന്നാ മതി. ദേവികയെ കാണാം. സി പി, ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിന്റെ ഇടക്കറി വല്ലാതെ കൗണ്ടർ അടിക്കല്ലേ. മാഡത്തെ ഓർത്ത മിണ്ടായിരിക്കുന്നു. എനിക്ക് മറ്റൊരു മുഖമുണ്ട്. ഇയാൾക്ക് തമാശ പറഞ്ഞാലും മനസ്സിലാവില്ലേ? പിന്നെ എന്ത് തമാശ? എന്താ ഇത്? അല്ല ഞങ്ങള് മാഡം സോറി. മാഡം, നമ്മള് ദേവിക ഇലക്ഷനിൽ നിർത്തുകയും കാശ് ചെലവാക്കി ജയിപ്പിക്കുകയൊക്കെ ചെയ്ത് എന്തിനാണെന്ന് അറിയാലോ? നാടിന്റെ കാര്യം നടത്താനല്ല, നമ്മുടെ ആവശ്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയാ. അപ്പോ നമ്മുടെ ഒരു നിയന്ത്രണം ദേവികയുടെ മേല് വേണം. മാഡം ഒരു കാര്യം ചെയ്യണം. എന്താ അത്? ആ ദേവികയെ വിളിച്ചൊന്ന് പറയണം. MLA യാത്ര, മീറ്റിങ്ങുകൾ, പ്രോഗ്രാംസ് ഒക്കെ ഞാൻ തന്നെ ചെയ്തോളുന്നു. എന്നിട്ട് വേണം MLA കൊണ്ട് രാജിവെപ്പിക്കാൻ. ഇത് CP കുറച്ച് കൂടുന്നുണ്ട്. എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടല്ലോ. ഏയ് അവിടെ മാഡം, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ത്യാഗരാജൻ, ദേവികയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ സിദ്ധാർത്ഥനാ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് സിദ്ധാർത്ഥനാ. അത് തന്നെ മാഡം, അത് സമ്മതിക്കരുത് മാഡം. കാശ് ഇറക്കിയത് മൊത്തം നമ്മളല്ലേ. അങ്ങേരുടെ കേസിൽ ആകെ ആദർശം മാത്രം ഉണ്ടായിരുന്നു. ആദർശം കൊണ്ട് കാറിന് വാടക കൊടുക്കാൻ പറ്റൂ, പോസ്റ്റ് ഒട്ടിക്കാൻ പറ്റൂ, ആളുകൾക്ക് കൂലി കൊടുക്കാൻ പറ്റൂ. അതിനെ പണം തന്നെ വേണം. പണം ഇറക്കിയത് മൊത്തം നമ്മളാ. എന്നിട്ടിപ്പോ MLA അധികാരം മൊത്തം അങ്ങേർക്കും. പേടിക്കണ്ട, അങ്ങേരുടെ അധികാരം അധികകാലം നീണ്ടു നിൽക്കില്ല. എന്താ മാഡം, എന്തെങ്കിലും മാഡത്തിന്റെ മനസ്സിലുണ്ടോ? മനസ്സിൽ കാണുക മാത്രല്ല, കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കി കഴിയുകയും ചെയ്തു. എന്റെ ശത്രുവിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി ഇന്ന് രാത്രി കൊടുത്തിരിക്കും. അല്ല മാഡം, എങ്ങനെ മാഡത്തിന്റെ പ്ലാനിങ്? കാര്യങ്ങൾ പിന്നീട് അറിയിക്കാം. ഒന്ന് പരാജയപ്പെട്ടു, അടുത്തത് എന്തായാലും ജയിച്ചേ തീരൂ. അത് ഇന്ന് രാത്രി നടക്കുക തന്നെ ചെയ്യും. മാഡം, സഹായത്തിന് ആരെങ്കിലും ആവശ്യമുണ്ടോ? അതെ, ആരും വേണ്ട. എനിക്ക് വേണ്ടി വേറൊരാളുണ്ട്. കാര്യങ്ങൾ അയാള് കൃത്യമായിട്ട് ചെയ്തോളും. എടോ CP, ആരെ കുറിച്ചായി പറയുന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇയാള് വന്ന് ഈ കൂട്ടുകെട്ടിൽ ചേർന്നതോടെ ഒരു കാര്യവും ഞാൻ അറിയാറില്ല. ആരെ കുറിച്ച് പോലും. CP, മാമോളെ,
ദാ മോളെ ജ്യൂസ് കുടിക്ക്. ഇതെന്താ അമ്മ എടുത്തു വെച്ചിരിക്കായിരുന്നോ? ജ്യൂസ് നേരത്തെ തയ്യാറാക്കി വെച്ചു. എനിക്കറിയാം നീ വന്നു കയറുന്നത് നല്ല ക്ഷീണിച്ചിട്ടായിരിക്കുമെന്ന്. അതല്ലേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയൊന്ന് വിളിച്ചു ചോദിച്ചത്. ഞാനൊരു സത്യം പറയട്ടെ. എന്താ? നല്ല ക്ഷീണമുണ്ട്. വന്ന ഉടനെ ഒരു നാരങ്ങ വെള്ളമോ എന്തെങ്കിലും കുടിക്കണമെന്ന് കരുതിയതാ. ജ്യൂസ് തന്നെ കിട്ടി. എങ്ങനെയുണ്ട്? പിന്നെ സൂപ്പർ. ഇഞ്ചിയും പുതിനയിലും ഒക്കെ ചതച്ചിട്ടിട്ടുണ്ട്. MLA അല്ലേ, അതിന്റെ ഒരു ഗമ വേണമല്ലോ. അമ്മ കളിയാക്കിയതാണോ? ഹേയ്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇന്ന് മീറ്റിംഗ് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയായിരുന്നു? സ്ഥലപ്പേര് മറന്നുപോയി. അച്ഛൻ പറഞ്ഞു, ഞാൻ ചെന്ന് പ്രസംഗിച്ചു. നാളെ മുതൽ പ്രസംഗിക്കാൻ പോകുന്നതിന് മുൻപ് വിവരങ്ങളൊക്കെ വിശദമായിട്ട് കുറിച്ചെടുക്കണം. അല്ല, ഇവിടെന്തോ ഗ്യാസ് ലീക്കായെന്നും പേടിച്ചു പോയെന്നൊക്കെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞു. വന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ചിലപ്പോ ഗ്യാസിന്റെ നോബ് ലൂസായിട്ടുണ്ടാവും. മോളെ, അതല്ല, എന്താ പറ്റിയെന്നറിയില്ല. ഞാനിന്ന് ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അയ്യോ, അതെന്താ പറ്റിയമ്മേ? എനിക്കൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ പറ്റുന്നേ. മോള് പോയി കഴിഞ്ഞ് പിറകെ സിദ്ധുവും നന്ദനും ഒക്കെ പോയി. അങ്ങനെ ഇരിക്കുമ്പോ ആ പാവത്തിന് കുറച്ച് ചൂടുവെള്ളം കിട്ടിയാ കൊള്ളാന്ന് പറഞ്ഞപ്പോ ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. ആർക്ക്? രാധാമണിക്ക്. ഞാൻ അടുക്കളയിൽ സ്റ്റൗവിന്റെ അടുത്തേക്ക് പോകുമ്പോ ഭാർഗവി വന്നു. അവൾ അകത്ത് കയറിയ ഉടൻ തന്നെ, പ്രഭകുഞ്ഞെ ഗ്യാസിന്റെ മണം വരുന്നു എന്നും പറഞ്ഞ് സ്റ്റൗവിന്റെ അടുത്തേക്ക് ഒരു ഓട്ടം. എന്റെ മോളെ, സ്റ്റൗ തുറന്നിരിക്കുകയായിരുന്നു. ഗ്യാസിന്റെ നല്ല സ്മെല്ലും. ഈശ്വര, എന്നിട്ട്? ഭാർഗവി ഉടനെ സ്റ്റൗ ഓഫ് ചെയ്തു. വാതിലും ജനലും ഒക്കെ തുറന്നിട്ടു. ഒരു മായ പോലെ എനിക്ക് തോന്നുന്നേ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കി ഡബിൾ ചെക്ക് ചെയ്യുന്ന ആളാ. ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല. ഞാൻ പറഞ്ഞു, ദൈവമായിട്ടാ ഭാർഗവിയെ എത്തിച്ചതെന്ന്. മോളെ, ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ലേ? കേട്ടമ്മേ. അമ്മ പറഞ്ഞതുപോലെ ഭാഗ്യം തന്നെയാ. ചെറിയ ഭാഗ്യമല്ല, മഹാഭാഗ്യമാ, മഹാഭാഗ്യം. മോള് ഫ്രഷ് ആയിട്ട് വാ, കഴിക്കാൻ എന്തേലും എടുത്തു തരാം. ഞാൻ കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് ആ സുലോചന ആന്റി ചോദിക്കുക MLA വന്നോന്ന്. ചേച്ചി ഇങ്ങോട്ട് വരില്ലെന്നായിരിക്കും അവരുടെയൊക്കെ ധാരണ. ചേച്ചി MLA ബോർഡ് വെച്ച കാറിലിങ്ങ് വന്നാ മതിയായിരുന്നു. എന്നാ സുലോചന ആന്റിയുടെ അസുഖം അങ്ങ് മാറിയാനെ. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ദേവിക അങ്ങനെ അങ്ങ് നിർബന്ധിക്കണ്ടേ? അതെങ്ങനെ ദേവിക നിർബന്ധിക്കും? ഞങ്ങൾ ചേച്ചിയുടെ കാറിൽ കയറായിരുന്നു തന്നെയാണ് നന്നായി. ഒന്നോർത്ത പ്രതിപക്ഷം ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക. അതല്ലെങ്കിൽ കൂടി ഔദ്യോഗിക വാഹനം വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ദേവികമ്മക്ക് അതറിയാം. അച്ഛൻ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ ഇതൊക്കെ നിസ്സാര കാര്യല്ലേ. ആരും കുറ്റം പറയില്ല. അവിടെ വന്ന ആൾക്കാരും അത് പറഞ്ഞതാ. അമ്മ വിഷമിക്കാതെ, നമുക്കൊരിക്കൽ കേറാം. ഇനി വേണ്ട. അമ്മ പിണങ്ങിയല്ലോ അച്ഛാ. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. മോടി ഷർട്ടൊന്ന് കഴിയട്ടെ. നാളെ ഓഫീസിൽ വെച്ച് കാണാന്ന് പറഞ്ഞാൽ മതി സർ. അതെ, ഞാൻ അപേക്ഷ ഒന്ന് വായിച്ചു നോക്കിയിട്ട് മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തോളാം. ഓക്കെ, വിളിച്ചു പറയാം. ഓൾറെഡി CMന്റെ ഓഫീസിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞേ. ശരി സർ. MLA? അപ്പോ താൻ വരുന്നില്ലെന്ന് തീർച്ചയാണോ? നന്ദു പറഞ്ഞില്ലേ, നിയമസഭ കൂടാൻ ദിവസങ്ങളേ ഉള്ളൂ. അതിന്റെ കുറെ കാര്യങ്ങൾ പഠിക്കണം, കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഉണ്ട്. പിന്നെ രാധാമണിയമ്മ ഒറ്റയ്ക്കാ, അവരുടെ കൂടെ ഞാൻ വേണം. നന്ദു അമ്മയായിട്ട് പോയിട്ട് വാ. പൂജ കഴിയുമ്പോ വൈകില്ലേ? പ്രസാദമൊക്കെ വാങ്ങി വരുമ്പോ വളരെ താമസിക്കും. പിന്നെ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടില്ല. നന്ദു, ഇനിയിപ്പോ ഞാനെന്ത് പറയാനാ?